അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ വിശിഷ്ട അതിഥികളെ, ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളിൽ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിൻ്റെ ഈ വൈകുന്നേരവും ഈ ഒരു ഫാമിലി കോൺഫറൻസ് ഈ ഹാളിൽ സമാപിക്കുമ്പോൾ അറിവ് കൊണ്ടും നമ്മുടെ ഈ ഒരു ഇരുത്തം കൊണ്ടും വളരെയധികം നേട്ടങ്ങൾ ഇഹപര ജീവിതത്തിൽ ലഭിക്കുവാൻ അർഹത നേടിക്കൊണ്ടുമാണ് നമ്മൾ തിരിച്ചു പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഈ ഇരുത്തത്തെ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു അതിമഹത്തായ അനുഗ്രഹമായി നമ്മൾ കാണുകയും അദ്യവസാനം എൻ്റെ ശരീരം മാത്രമല്ല, എൻ്റെ കേൾവിയും എൻ്റെ മനസ്സും ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്നും ഇതിലെ ഓരോ വാക്കുകളും എന്നോട് മാത്രമാണ് എന്ന ചിന്തയോടുകൂടി കേൾക്കുമെന്നും നമ്മൾ തീരുമാനിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ഫാമിലി കോൺഫറൻസ് എന്തിനു വേണ്ടിയാണ് ഇത്രമാത്രം അധ്വാനിച്ചുകൊണ്ട് നാം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യരായ നമ്മുടെ ചുറ്റുപാടുമുള്ള മഹാഭൂരിപക്ഷം ആളുകളെ നാം പരിശോധിച്ചാലും ലക്ഷ്യം മറന്നിരിക്കുന്നു. അവർ എന്തിനു വേണ്ടി ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നു എന്നത് അവർ തന്നെ സ്വയം വിസ്മരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു തിരിച്ചറിവിലേക്ക് നമ്മളാൽ കഴിയും വിധം ഈ ഒരു സമൂഹത്തെ, നമ്മുടെ സഹോദരങ്ങളെ ലക്ഷ്യബോധമുള്ളവരാക്കുക എന്നതാണ് ഇതിന് പിന്നിലുള്ള നിയത്ത്. എന്ത് നഷ്ടമാണ്, ഏത് രൂപത്തിലുള്ള നിരാശമാണ് ഇന്നത്തെ മനുഷ്യർക്ക്, പൊതുവെ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവർ യഥാർത്ഥത്തിൽ ഇന്ന് ഭൗതികതയിൽ അഭിരമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ചെറുപ്പക്കാരെയും യുവാക്കളെയും കൗമാരക്കാരെയും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ അവർക്ക് ഇന്ന് മതം നിരസിക്കുക, മതനിരാസം എന്നുള്ളതും, ഞാനൊരു ലിബറലാണ്, ലിബറൽ ചിന്താഗതിയുള്ളവനാണ് എന്ന് പറയുന്നതുമൊക്കെ അവരുടെ ഒരു ഐഡൻറ്റിറ്റിയായി അവർ ഇന്ന് കൊണ്ടു നടക്കുന്നുണ്ട്. അതാണ് അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും, എൻ്റെ ജീവിതത്തിൻ്റെ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കുവാനുള്ള ചിന്തയെന്നും അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ വ്യത്യസ്തങ്ങളായ അടയാളങ്ങൾ ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണുവാൻ പറ്റും. ഒരു മനുഷ്യൻ എന്നതിൻ്റെ, മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ എന്നതിൻ്റെ പവിത്രത ഇന്ന് മനുഷ്യർ തന്നെ കളങ്കപ്പെടുത്തിയിട്ടുണ്ട്. നാം ഏറെ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള
ഒരു ജെൻഡർ തിയറിയുണ്ട്. എന്താണ് ആ ചിന്തയുമായി കടന്നു വരുന്നവർ വിദ്യാസമ്പന്നരെന്നും സംസ്കാരമുള്ളവരെന്നും പറയുന്ന ആളുകൾ നമ്മുടെ പുതുതലമുറയോട് സംസാരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്? മനുഷ്യനും മൃഗവും അവർ തമ്മിൽ ജൈവികമായി ഒന്നാണ്. അതുപോലെ തന്നെ ജീവിതം കൊണ്ടും അവർ ഒരുപോലെ തന്നെയാണ്. എന്നിട്ട് മൃഗങ്ങൾക്ക് എന്താണോ ഇവിടെ സ്വാതന്ത്ര്യമുള്ളത്, ഒരു മൃഗമായി തനിക്ക് മാറാൻ ആഗ്രഹമുള്ള ഒരു ചിന്താഗതിയും അതേപോലെ തന്നെ ജെൻഡർ മൈൻഡും തനിക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ചുകൊണ്ട് എനിക്ക് നായയാവാനും പട്ടിയാകാനും ഒക്കെ പറ്റുമെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെല്ലാം സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ഒരു വിഭാഗം. അതുപോലെ ആണ് പെണ്ണാണ് എന്നും പെണ്ണ് ആണാണ് എന്നും സ്വയം തോന്നിക്കൊണ്ട് ആ രൂപത്തിൽ ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത, ഇതെവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു സമത്വത്തിലേക്ക് മനുഷ്യനും മൃഗവും, എന്താണ് മനുഷ്യനും മൃഗവും സമമാണ് എന്ന് പറയുന്നതിൻ്റെ അവരുടെ ലക്ഷ്യം, ഒരു മൃഗത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, തൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി രമിക്കുക, അങ്ങനെ തൻ്റെ ചുറ്റുപാടുമുള്ള ഹലാലോ ഹറാമോ അനുവദനീയമാണെന്നോ തനിക്ക് ഉപേക്ഷിക്കേണ്ടതാണ് എന്നോ ചിന്തിക്കാതെ ആരുടെ പറമ്പിലും മേഞ്ഞു നടക്കുന്ന ആ മൃഗത്തെ പോലെ തൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുവാനും രമിക്കുവാനും ഉറങ്ങുവാനും സുഖിക്കുവാനും മാത്രമുള്ളതാണ് എന്നും അതിനപ്പുറത്തേക്കുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും നമുക്ക് വേണ്ടെന്നുമുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യരെ ഇന്ന് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ സ്ത്രീ സ്വാതന്ത്ര്യമെന്നും സ്ത്രീ സമത്വമെന്നും ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുമൊക്കെ കുറേയധികം വാക്കുകൾ പ്രയോഗിച്ച് പുതിയ തലമുറയുടെ മസ്തിഷ്കത്തെ അവർ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ നമ്മൾ ഈ സമൂഹത്തോട് സംസാരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുവാൻ കാരണം. ഇവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരം ചെയ്തികൾ കൊണ്ട് എന്താണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്? മനുഷ്യർക്ക് ലഹരിയും അതുപോലെയുള്ള വസ്തുക്കളുമൊക്കെ ആസക്തിയുടെയും ആനന്ദത്തിൻ്റെയും മാർഗങ്ങളായി മാറി. ലൈംഗികതയുടെ അതിർവരമ്പുകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിൻ്റെയും അതോടൊപ്പം സ്വതന്ത്ര ലൈംഗികതയുടെയും മേഖലയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ദുരന്തം ലഹരിക്കടിമപ്പെട്ടതിൻ്റെ ആത്മഹത്യകളും ജീവിത നഷ്ടങ്ങളും ഒരു ഭാഗത്ത് കുമിഞ്ഞുകൂടുമ്പോൾ അതോടൊപ്പം തന്നെ എല്ലാ ബന്ധങ്ങളും തകർന്ന് തരിപ്പണമായി എന്താണ് കുടുംബമെന്ന് സ്വയം ഒന്ന് ബോധ്യപ്പെടാത്ത വിധം അരാജകത്വത്തിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കും അതിനേക്കാൾ ഉപരി ലൈംഗികമായ വൈകൃതങ്ങളിലേക്കും മനുഷ്യരെ ഇത്തരം തെറ്റായ ചിന്തകൾ എത്തിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, പാശ്ചാത്യൻ ഉപയോഗിച്ച് തൻ്റെ ജീവിതത്തിൽ തങ്ങളുടെ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് ഒരിക്കലും ഗുണപ്രദമല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള തിയറികൾ നമ്മുടെ നാടുകളിൽ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി പാഠ്യപദ്ധതികളിലൂടെ കടന്നു വരുമ്പോൾ ഈ സമൂഹത്തിന് മുമ്പിൽ ധാർമ്മിക ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിൻ്റെ യഥാർത്ഥ ബോധ്യത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൻ്റെ മാർഗത്തെക്കുറിച്ച്, വഴിയെക്കുറിച്ച്, അതിലേക്കുള്ള പ്രമാണങ്ങളെക്കുറിച്ച് കൃത്യതയോടുകൂടി സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായി നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഈ സമൂഹത്തോട് പറയുവാനുള്ളത്. പ്രവാചകന്മാർ അഖിലവും നിർവഹിച്ചിട്ടുള്ള പവിത്രമായ വിശ്വാസത്തിലേക്കും പവിത്രമായ ജീവിതത്തിലേക്കും ഈ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോവുക എന്നത് മാത്രമാണ് നമുക്ക് ലോകത്തോട് ഉറക്കെ പറയുവാനുള്ള ഏകമാർഗം. ഈ ഒരു സന്ദേശം പ്രവാചകന്മാർ തൗഹീദ് പഠിപ്പിച്ച് അതാത് സമൂഹത്തിലുണ്ടായിരുന്ന തിന്മകൾക്കെതിരെ ബോധവൽക്കരണം നടത്തി അവരെ സ്വർഗത്തിൻ്റെ നേരായ വഴിയിലേക്ക് നയിച്ചതിൻ്റെ തെളിഞ്ഞ ചിത്രം അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മക്കാ ജീവിതവും മദീന ജീവിതവും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലഹരിയും വ്യഭിചാരവും തോന്നിവാസവും പലിശയും എല്ലാം ജീവിതത്തിൻ്റെ മാർഗമായി, വഴിയായി, സന്തോഷമായി സ്വീകരിച്ച ആ ജനസഞ്ചയത്തെ വിശുദ്ധ ഖുർആനിൻ്റെ തെളിഞ്ഞ വഴിയിലൂടെ സഞ്ചരിപ്പിച്ച് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ അതേ മാർഗം പിന്തുടർന്നു വന്നാൽ നമുക്ക് ഈ സമൂഹത്തെ, ഈ അരക്ഷിതമായ സമൂഹത്തെ ലക്ഷ്യബോധമുള്ള, ഉത്കൃഷ്ടമായ, സത്യസന്ധതയുള്ള, ധാർമ്മികതയുള്ള, ലക്ഷ്യബോധമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് പ്രവാചകന്മാരുടെ ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈ രംഗത്തേക്ക് പ്രവർത്തന സജ്ജരായി ഇന്ന് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് മാർഗം? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൻ്റെ, പ്രവാചകന്റെ തിരുവചനങ്ങളിലൂടെ, പ്രവാചകന്റെ മാതൃകയിലൂടെ, ആ മൻഹജിലൂടെ പ്രവാചകൻ മാറ്റിയെടുത്ത അതേ രീതിയിൽ നാം മുന്നോട്ട് പോവുകയാണ്. ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഈ ദഅവ ചരിത്രത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്കും നമ്മുടെ മുൻ തലമുറക്കും സാധ്യമായിട്ടുണ്ട്. വിശ്വാസരംഗത്തും അതുപോലെ തന്നെ ധാർമ്മിക രംഗത്തും നമ്മുടെ മറ്റുള്ള ആളുകളെക്കാൾ ഏറ്റവും മോശമായ രീതിയിൽ ജീവിച്ച ഒരു കാലഘട്ടമാണ് 19-ാം നൂറ്റാണ്ട്. എന്താണ് യഥാർത്ഥ മുസ്ലിമിൻ്റെ വിശ്വാസമെന്ന്, എന്താണ് വിശുദ്ധ ഖുർആനെന്ന്, എങ്ങനെയാണ് പ്രവാചകൻ അനുധാവനം ചെയ്യേണ്ടത് എന്ന് അറിയാത്ത വിധം തകർന്നു പോയ ഒരു സമൂഹത്തോട് പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ദഅവത്ത് നടത്തി വിശുദ്ധ ഖുർആൻ പരിഭാഷ എഴുതി പ്രവാചകന്റെ ഹദീസുകൾ ജീവിതത്തിൽ പ്രകാശിപ്പിച്ച് ആളുകൾക്ക് മാതൃകയായി ജീവിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഒരു നൂറ്റാണ്ട് കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മളുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കേരളത്തിൻ്റെ ദഅവ ഭൂമികയിൽ കാലിക പ്രസക്തമായ ഒരു വിഷയവുമായി വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന ഒരു ഹെഡിങ്ങോട് കൂടി നാം പ്രവർത്തന രംഗത്തുണ്ടായത്. നാം സന്തോഷത്തോടു കൂടിയാണ് ഈ സംഗമത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാരണം തിരുവനന്തപുരത്തും മലപ്പുറം നോർത്ത് ജില്ലയും ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഫാമിലി കോൺഫറൻസ് എന്ന പേരിൽ ഈ ഒരു ലക്ഷ്യത്തോടു കൂടി നാം സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ കുവൈത്ത്, ഖത്തർ പോലെയുള്ള നാടുകളിൽ അത് നമ്മൾ പൂർത്തീകരിച്ചു. അതോടൊപ്പം സൗദി അറേബ്യയിൽ നമ്മൾ ഫാമിലി കോൺഫറൻസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ നാം ബാംഗ്ലൂരിൽ ആദ്യ സ്ഥലം എന്നുള്ള നിലക്ക് ബാംഗ്ലൂരിലും അൽഹംദുലില്ലാ ഈ ഒരു കാര്യത്തോടു കൂടി നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുണ്ട്. കാരണം നാം ഈ നാട്ടിൽ ഈ ഒരു സമ്മേളനത്തിൽ വന്ന നമുക്കെല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത്. നമ്മൾ ഒരർത്ഥത്തിൽ പ്രവാസികളാണ്. നമ്മുടെ നാടുകളിൽ നിന്ന് ഈ ഒരു അന്യനാട്ടിൽ വന്ന് കച്ചവടത്തിനും ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി നമ്മൾ ഫാമിലിയായും ഒറ്റക്കുമൊക്കെ ഇവിടെ താമസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പിശാച് പിടികൂടുവാനുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആർക്കും നമ്മെ അറിയില്ലെന്ന ചിന്തയും വീട്ടിൽ നിന്ന് അകന്നു ജീവിക്കുന്നു എന്ന ഓർമ്മയും നമ്മെ പിശാച് പിടികൂടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത ധാരാളം കാര്യങ്ങൾ അസറുകളായി, ചരിത്രങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഒന്ന് നമുക്കിങ്ങനെയാണ്: അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ എന്നുള്ളത്, വിശ്വാസം എന്നുള്ളത്, അത് വർദ്ധിക്കും, അത് കുറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴാണ് അത് വർദ്ധിക്കുക? അൽ ഈമാനു യസീദു ബിത്ത്വഅ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിനെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഈമാൻ വർദ്ധിക്കുക. വയൻഖുസു ബിൽ മഅസിയ. തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈമാൻ കുറഞ്ഞു പോകും എന്ന ചിന്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മാറിയ കാലം നമ്മുടെ ജീവിതത്തിൽ, ഇൻ്റർനെറ്റിൻ്റെ ഈ യുഗത്തിൽ ഈ ഉപദേശം ഏറെ പ്രസക്തമാണ്. തിന്മയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ, സാഹചര്യം നമ്മെ സ്വാധീനിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി ജീവിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രോഗ്രാമുകൾ അനിവാര്യമാണ്. ഈ ബാംഗ്ലൂരിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ധാരാളം യൂണിറ്റുകളായി, ധാരാളം പള്ളികളായി
CRE ക്ലാസ്സുകളായി, ഖുർആൻ ഹദീസ് പഠന സംഗമങ്ങളായി നമ്മുടെ ഈ ബാംഗ്ലൂരിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ധാരാളം വ്യത്യസ്തങ്ങളായ ദഅവ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കൂടി എൻ്റെ സഹോദരങ്ങൾ അന്വേഷിക്കണം, കണ്ടെത്തണം. എന്നിട്ട് കുടുംബസമേതം ഇത്തരം പ്രോഗ്രാമുകളിൽ നാം സാന്നിധ്യം അറിയിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ധാരാളം ഓൺലൈൻ സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നേർവഴിയും പീസ് റേഡിയോയും ജമീൽ ആപ്പും തുടങ്ങി 1 മിനിറ്റ് ടോക്ക് മുതൽ ധാരാളം ഓൺലൈൻ സംവിധാനങ്ങൾ നമ്മുടെ പ്രസ്ഥാനം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലെ ഓരോരുത്തരെയും ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഈ രൂപത്തിൽ ഉയർന്നു ചിന്തിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. സഹോദരങ്ങളെ, ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ദീനീ ദഅവ രംഗത്ത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജാമിയ അൽ ഹിന്ദ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രൗഢമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദീന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശാ കേന്ദ്രമായി അത് മാറുന്നുണ്ട്. നമ്മുടെ നേർപ്പദം വീക്കിലി നമ്മെ സംബന്ധിച്ചിടത്തോളം ധാർമ്മിക മുന്നേറ്റത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മാർഗമാണ്. നമ്മുടെ പീസ് റേഡിയോ 24 മണിക്കൂർ നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ധാരാളം വ്യത്യസ്തങ്ങളായ മാധ്യമങ്ങളിലൂടെ ദീനിനെ പരിചയപ്പെടാനും ഉൾക്കൊള്ളുവാനും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഇതിനെ കണ്ണികളാക്കുവാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു ഫാമിലി കോൺഫറൻസ്. ഇന്ന് സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, ആത്മഹത്യാ മുനമ്പിൽ നിന്ന് ഈ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു മാർഗമാണ്, വെളിച്ചമാണ് ഫാമിലി കോൺഫറൻസ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇൻഷാ അല്ലാഹ് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ സമാരംഭം കുറിക്കപ്പെട്ടിട്ടുള്ളത്. കുടുംബം, വെല്ലുവിളികൾ, പരിഹാരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് ഉദ്ഘാടന ഭാഷണം ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം സംതൃപ്ത കുടുംബം സാധ്യമാണ്, സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നവരോട് സാധ്യമാണെന്ന് ഉറക്കെ പ്രമാണബദ്ധമായി സംസാരിക്കുന്ന പ്രഭാഷണമാണ് നാം കേൾക്കാനിരിക്കുന്നത്. നമ്മുടെ ഈ ഫാമിലി കോൺഫറൻസിൽ നാം ഉറക്കെ പറയുന്ന പ്രമേയം വിശദീകരിച്ചുകൊണ്ട് വിശ്വാസ വിശുദ്ധി, സംതൃപ്ത കുടുംബം, ഇത് ബഹുമാന്യനായ ഹുസൈൻ സലഫി നമ്മോട് സംസാരിക്കാനിരിക്കുന്നു. വൈജ്ഞാനികമായ ഒരു സമ്മേളനം, നമ്മുടെ മാത്രം സമ്മേളനം, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലെ, നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇവിടെ ഉറക്കെ സംസാരിക്കുവാൻ പോകുന്നത്. ഇതിൻ്റെ ലിങ്കുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, അവർ കേൾക്കട്ടെ, അവരുടെ യാത്രകൾ ധന്യമായി തീരട്ടെ. ഇവിടെ എത്താത്തതിൻ്റെ സങ്കടങ്ങൾ അവർ വീടകങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ ഇരുന്നു കൊണ്ട് കേട്ടുകൊണ്ട് അവർ നമ്മുടെ ഒപ്പം സഞ്ചരിക്കട്ടെ. ഇങ്ങനെ ഈ ധന്യമായ സമയത്തെ, ഈ പ്രൗഢമായ സമ്മേളനത്തെ നാം സ്വീകരിക്കണം. ഇന്നിൻ്റെ ദിനം ഇനിയുള്ള ബാംഗ്ലൂരിലുള്ള നമ്മുടെ ജീവിതത്തെ ദീനിയായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള മാർഗവും വഴിയും തെളിയുന്നതായിരിക്കണം. അതിന് റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ദീനനുസരിച്ച് ജീവിക്കുവാനും അവസാനം അള്ളാഹുവിൻ്റെ കലിമ ചൊല്ലി മരിക്കുവാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.